വാല്യൂ എഡ്യൂക്കേഷനിലെ ബ്ലോക്ക് 1 രണ്ടാമത്തെ യൂണിറ്റാണ് നോക്കുന്നത്. അതായത് കോൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ദിസ് യൂണിറ്റ് എക്സ്പ്ലെയിൻസ് ദ മീനിങ് ഓഫ് മൊറാലിറ്റി, മോറൽ വാല്യൂസ്, മോറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഡെവലപ്പിംഗ് മോറൽ ബിഹേവിയർ അമംഗ് ഇൻഡിവിജ്വൽസ്. ഈ യൂണിറ്റ് ഇതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് പറയുന്നത്. മോറൽ വാല്യൂസും ഡെവലപ്മെൻറ്റും എങ്ങനെയാണ് മൊറാലിറ്റി വരുന്നതും കാര്യങ്ങളൊക്കെ ഈ യൂണിറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മീനിങ് ഓഫ് മൊറാലിറ്റി എന്താണ് പറയുന്നത്? മൊറാലിറ്റി റെഫേഴ്സ് ദ പ്രിൻസിപ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ് ആൻഡ് ഗുഡ് ആൻഡ് ബാഡ് എന്നുള്ളതാണ്. അതായത് മൊറാലിറ്റി എന്നുള്ളത് പ്രിൻസിപ്പിൾസാണ്, സ്റ്റാൻഡേർഡ്സാണ്. അതെന്താകുന്നു ഒരു ഇൻഡിവിജ്വലിന് റൈറ്റും റോങ്ങിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ, തിരിച്ചറിയാൻ അതിനെ പ്രാപ്തമാക്കുന്നു. ആൻഡ് ഇറ്റ് ഗൈഡ്സ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് പ്രൊമോട്ട്സ് എത്തിക്കൽ ലിവിങ്സ്. ഇത് ഹ്യൂമൻ ബിഹേവിയറിനെയും അതുപോലെ തന്നെ എത്തിക്കൽ ലിവിങ്ങിനെയൊക്കെ എന്താക്കുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൊറാലിറ്റി എന്നാണ് ബേസ്ഡ് ഓൺ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾ. മൊറാലിറ്റി എന്നാണ് വാല്യൂസും പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതുപോലെ തന്നെ മേക്കിംഗ് എത്തിക്കൽ ഡിസിഷൻ ഉണ്ടാക്കുന്നതിൽ സഹായിക്കുന്നു. അതുപോലെ തന്നെ സോഷ്യൽ ഹാർമണി കൊണ്ടുവരുന്നു. ഇൻഫ്ലുവൻസ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ കണ്ടക്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എൻകറേജ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയൊക്കെ എൻകറേജ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മീനിങ് ഓഫ് മോറൽ വാല്യൂസ്. മോറൽ വാല്യൂസ് ആർ ഐഡിയൽസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഡിറ്റർമിൻ ഗുഡ് ബിഹേവിയർ. മോറൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഐഡിയൽസും പ്രിൻസിപ്പിളാണ്. അതെന്താക്കുന്നു, ഒരു ഗുഡ് ബിഹേവിയറിനെ ഡിറ്റർമിൻ ചെയ്യുന്നു. ദ ഇൻഫ്ലുവൻസ് തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, ആക്ഷൻസ്, റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. ഇതിനൊക്കെ എന്താക്കുന്നു, ഈ മോറൽ വാല്യൂസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എക്സാമ്പിൾസ് ഓഫ് മോറൽ വാല്യൂസ് എന്താണ്? ഹോണസ്റ്റി, ട്രൂത്ത്ഫുൾനെസ്, അതുപോലെ തന്നെ റെസ്പെക്റ്റ്, റെസ്പോൺസിബിലിറ്റി, ജസ്റ്റിസ്, ടോളറൻസ്, പിന്നെ കോർപ്പറേഷൻ, കൈൻഡ്നസ്, ഡിസിപ്ലിൻ. ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്? മോറൽ വാല്യൂസിൽ പെടുന്നതാണ്. നെക്സ്റ്റ് മോറൽ കോൺഷ്യസ്നെസ് ആണ്. എന്താണ് മോറൽ കോൺഷ്യസ്നെസ്? ഈസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ഡിസ്റ്റിംഗ്വിഷ്. അതായത് ഒരുത്തൻ്റെ കഴിവാണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ് ആൻഡ് ടു ആക്ട് അക്കോർഡിംഗ് ടു മോറൽ വാല്യൂസ്. റൈറ്റ് ആൻഡ് റോങ്ങിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനും അതുപോലെ തന്നെ മോറൽ വാല്യൂസിനെ അടിസ്ഥാനപ്പെടുത്തി ആക്ട് ചെയ്യാനുള്ള ഒരുത്തൻ്റെ കഴിവാണ്. ഇറ്റ് ഈസ് ദ ഇന്നർ അവെയർനെസ് ദാറ്റ് ഗൈഡ്സ് അവർ ബിഹേവിയർ ആൻഡ് ഡിസിഷൻ. ഇതൊരു ഇന്നർ അവെയർനെസ് ആണ്. അതുകൊണ്ട് എന്താക്കുന്ന ഒരു ഇന്നറായിട്ടുള്ള ഉള്ളിലുള്ള ഒരു ധാരണ നൽകുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റൂ, എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബിഹേവിയറിനെ അത് ഗൈഡ് ചെയ്യുന്നു, ഡിസിഷൻസിനെ അത് ഗൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. മോറൽ കോൺഷ്യസ്നെസ് ഈസ് ദ അവെയർനെസ് ഓഫ് വൺസ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് എത്തിക്കൽ വാല്യൂസ്. മോറൽ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുത്തൻ്റെ ഡ്യൂട്ടിയെക്കുറിച്ചുള്ള, റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചുള്ള, എത്തിക്കൽ വാല്യൂസിനെ കുറിച്ചുള്ള അവെയർനെസ് ആണ്. ഇറ്റ് ഹെൽപ്സ് ദ ഇൻഡിവിജ്വൽ ജഡ്ജ് വെദർ ആൻ ആക്ഷൻ ഈസ് മോറലി ഗുഡ് ഓർ ബാഡ്. ഇതോടുകൂടി ഒരുത്തൻ എന്താക്കാൻ പറ്റും, അവൻ്റെ ഒരു ആക്ഷൻ ഗുഡാണോ ബാഡാണോ എന്ന് നോക്കാൻ പറ്റും. ഡെവലപ്സ് ത്രൂ ദി ഫാമിലി, സ്കൂൾ, സൊസൈറ്റി ആൻഡ് personal experience based on values such as honesty, justice, kindness and responsibility. ഇതൊക്കെ നമ്മളെ ഫാമിലി, സ്കൂൾ, സൊസൈറ്റി, പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മുടെ മൊറാലിറ്റിയൊക്കെ അതുപോലെ തന്നെ വാല്യൂസൊക്കെ വളർന്നു വരുന്നത് എന്നുള്ളത്. ഈ മോറൽ എഡ്യൂക്കേഷൻ വേഴ്സസ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. മീനിങ് ഓഫ് മോറൽ എഡ്യൂക്കേഷൻ എന്താണ്? മോറൽ എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എത്തിക്കൽ വാല്യൂസ്. മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എത്തിക്കൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഗുഡ് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇറ്റ് ടീച്ച് യൂണിവേഴ്സൽ വാല്യൂസ് സച്ച് ആസ് ഹോണസ്റ്റി, ജസ്റ്റിസ്, കൈൻഡ്നസ്, റെസ്പെക്റ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനി മീനിങ് ഓഫ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്താണ്? റിലീജിയസ് എഡ്യൂക്കേഷൻ ഈസ് എ സ്റ്റഡി ഓഫ് ദ പെർട്ടിക്കുലർ റിലീജിയൻ. ഇറ്റ് ഈസ് ബിലീഫ്സ്, സ്ക്രിപ്റ്റേഴ്സ്, റിച്വൽസ്, ട്രഡീഷൻ. അതായത് വിശ്വാസങ്ങളെക്കുറിച്ചിട്ട്, അവരുടെ പുരാണങ്ങളെക്കുറിച്ചിട്ട്, അതുപോലെ തന്നെ റിച്വൽസിനെ കുറിച്ചിട്ട്, സ്ക്രിപ്റ്റേഴ്സിനെ കുറിച്ചിട്ട്, ട്രഡീഷൻസിനെ കുറിച്ചിട്ട്, ആചാരങ്ങളെക്കുറിച്ചിട്ട്, ഇങ്ങനെയുള്ള പഠനങ്ങളാണ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഇൻഡിവിജ്വലിന് റിലീജിയസ് ഫൈത്ത് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് റിലീജിയസ് പ്രാക്ടീസസ് കാര്യങ്ങളൊക്കെ. റിലീജിയസ് എഡ്യൂക്കേഷനും മോറൽ എഡ്യൂക്കേഷനും തമ്മിലൊരു സിമിലാരിറ്റീസ് നോക്കാം നമുക്ക്. ബോത്ത് പ്രൊമോട്ട് ഗുഡ് ബിഹേവിയറിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ബോത്ത് എൻകറേജ്, റെസ്പെക്റ്റ്, കമ്പാഷൻ, ഹോണസ്റ്റിയൊക്കെയാണ് ഇത് രണ്ടും പ്രോത്സാഹിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് രണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ബോത്ത് ഹെൽപ്പ് ഇൻഡിവിജ്വൽ ബിക്കംസ് റെസ്പോൺസിബിൾ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ റെസ്പോൺസിബിൾ മെമ്പർ ആവാൻ രണ്ടും പ്രൊമോട്ട് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. തിയറി ഓഫ് മൊറാലിറ്റി എന്താണ്? ഒബ്ജക്റ്റീവ് തിയറി ഓഫ് ഗുഡ് എന്നുള്ളതാണ്. മീനിങ് എന്താണ്? ദ ഒബ്ജക്റ്റീവ് തിയറി ഓഫ് ഗുഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ഗുഡ് ആൻഡ് ബാഡ് ആർ ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡ്, നോട്ട് ഓൺ പേഴ്സണൽ ഒപ്പീനിയൻസ് ഓർ ഫീലിങ്സ്.
ഗുഡ് ആൻഡ് ബാഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ശരികൾ, ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ നല്ലത് എന്നുള്ളതല്ല തിയറി ഓഫ് മൊറാലിറ്റിയിൽ തിയറി ഓഫ് ഗുഡ് എന്ന് പറയുന്നത്. അതൊരു ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡാണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി മോറൽ വാല്യൂസ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് അപ്ലൈ ഈക്വലി ടു എവ്രി വൺ. അതായത് എനിക്കെൻ്റെ മൊറാലിറ്റി എന്നുള്ളതില്ല, അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കുന്നതാണ്. അതെല്ലാവരിലേക്കും ഒരുപോലെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ എൻ്റെ മൊറാലിറ്റി ഇതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. എല്ലാം ആ ഒരു രീതിയിലാണ് അപ്ലൈ ചെയ്യുക. എന്താണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്? ഗുഡ്നെസ് ഈസ് യൂണിവേഴ്സൽ ആൻഡ് ഒബ്ജക്റ്റീവ്. ഗുഡ്നെസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ആൻഡ് ഒബ്ജക്റ്റീവാണ്. മോറൽ വാല്യൂസ് ആർ ദ സെയിം ഫോർ ഓൾ പീപ്പിൾ. മോറൽ വാല്യൂസ് എല്ലാവർക്കും സെയിം ആണ്. റൈറ്റ് ആൻഡ് റോങ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ റീസൺ. റൈറ്റ് ആൻഡ് റോങ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെ? ബൈ എ റീസണിലാണ്, എത്തിക്സിനാലാണ്, ആൻഡ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിളിനാണ് റൈറ്റ് ആൻഡ് റോങ്ങിനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. പേഴ്സൺ ലൈക്സ് ഓർ ഡിസ്ലൈക്ക് നോട്ട് ചേഞ്ച് ദ മോറൽ ട്രൂത്ത്. ഒരുത്തിനും ഒരു കാര്യം ഇഷ്ടമുണ്ട്, അതല്ലെങ്കിൽ ഒരു കാര്യം ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് ഒരിക്കലും മോറൽ ട്രൂത്തിനെ എന്താക്കുകയില്ല, ചേഞ്ച് ചെയ്യുകയില്ല. ലാംഗ്വേജ് ഓഫ് മോറൽസ് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ദ ലാംഗ്വേജ് ഓഫ് മോറൽസ് റെഫേഴ്സ് ടു ദ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻ യൂസ് ടു ഡിസ്ക്രൈബ് ജഡ്ജ് ആൻഡ് ഗൈഡ് മോറൽ ബിഹേവിയർ. ഒരു മോറൽ ബിഹേവിയർ അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, അതല്ലെങ്കിൽ അതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി, ജഡ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച വേർഡ്സിനെയാണ് ലാംഗ്വേജ് ഓഫ് മോറൽസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പ്രഷനെയാണ്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് എത്തിക്കൽ വാല്യൂസ് എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് ദ പീപ്പിൾ, അതായത് പീപ്പിളിന് ഇതെന്താക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു ഏതാണ് റൈറ്റ് ഏതാണ് റോങ് എന്നുള്ളത് വേർതിരിക്കാനും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് എത്തിക്കൽ വാല്യൂസ് ഈ എക്സ്പ്രഷനിൽ അല്ലെങ്കിൽ ഈ വേർഡിൽ ഏതാണ് എത്തിക്കലായിട്ട് നിലനിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും അതുമൂലം എക്സ്പ്രസ് ചെയ്യാനും പീപ്പിളിനെ സഹായിക്കുന്നു. എക്സാമ്പിൾ നോക്കി നമ്മൾ ചിലപ്പം പറയും ഓൾവേസ് ടെൽ ദ ട്രൂത്ത്, റെസ്പെക്ട് അതേഴ്സ്, ഹെൽപ്പിംഗ് ദ പോർ ഈസ് ഗുഡ്, ചീറ്റിംഗ് ഈസ് റോങ്. ഇതൊക്കെ നമ്മളൊരു എക്സ്പ്രഷനാണ്. മോനെ തെറ്റ് ചെയ്യല്ല, അത് റോങ് ആണ്, ചീറ്റ് ചെയ്യല്ല, അത് റോങ് ആണ്, മറ്റുള്ളവർ സഹായിക്കുക, അങ്ങനെയുള്ള അതെല്ലാം വേർഡ്സുകളും എക്സ്പ്രഷനൊക്കെയാണ് ഈ പറയുന്ന ലാംഗ്വേജ് ഓഫ് മോറൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോം ഓഫ് മൊറാലിറ്റി എന്താണ്? ഫോം ഓഫ് മൊറാലിറ്റി റെഫേഴ്സ് ടു ദി ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്, റൂൾസ് ആണ്, ആൻഡ് ദ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഗൈഡ് ഹ്യൂമൻ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ്, ബേസിക് പ്രിൻസിപ്പിൾസ്, റൂൾസ് ഒക്കെയാണ് ഫോം ഓഫ് മൊറാലിറ്റി പറയുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ പീപ്പിൾ ഷുഡ് ആക്ട് ആൻഡ് ഷുഡ് ആക്ട് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്ങിനെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി പീപ്പിൾ എങ്ങനെ ആക്ട് ചെയ്യണം, അതുപോലെ തന്നെ ആൻഡ് ടു ലൈവ് ആൻഡ് എത്തിക്കൽ ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പീപ്പിൾ ആക്ട് ചെയ്യണം, ജീവിക്കണം എന്നുള്ളതാണ്. എക്സാമ്പിൾ എന്ന സ്പീക്കിംഗ് ട്രൂത്ത്, സത്യം പറയുക, റെസ്പെക്ടിങ് പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് എൽഡേഴ്സ്, ഹെൽപ്പിംഗ് പീപ്പിൾ ഇൻ നീഡ്, ബീങ് ഹോണസ്റ്റ് ഇൻ എക്സാമിനേഷൻ ആൻഡ് വർക്ക്സ്, ഫോളോയിങ് റൂൾസ് ആൻഡ് ലോസ്. ഇതൊക്കെ നമ്മൾ പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് വെക്കുക, നിയമങ്ങളൊക്കെ ഇതാക്കുക, അതൊക്കെയാണ് ഈ ഫോംസ് ഓഫ് മൊറാലിറ്റി എന്നുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ മോറൽ ഇൻസ്ട്രക്ഷൻ, മോറൽ ട്രെയിനിങ് ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ. എന്താണ് മോറൽ ഇൻസ്ട്രക്ഷൻ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോറൽ ഇൻസ്ട്രക്ഷൻ ഈസ് എ ടീച്ചിങ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾ പഠിപ്പിച്ചു കൊടുക്കുക ആൻഡ് വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കുക ത്രൂ ദി ലെസൺസ്, സ്റ്റോറീസ്, അഡ്വൈസ് ആൻഡ് ഡിസ്കഷൻ. സ്റ്റോറീസിലൂടെയും അഡ്വൈസിലൂടെയും ലെസൺസിലൂടെയും ഡിസ്കഷനിലൂടെയും മോറൽ പ്രിൻസിപ്പിൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇറ്റ് മെയിൻലി പ്രൊവൈഡ് നോളേജ് അബൌട്ട് ദ റൈറ്റ് ആൻഡ് റോങ്. ഇതിലെന്താക്കുന്നത്? റൈറ്റ് ആൻഡ് റോങ്ങിനെ കുറിച്ചിട്ടുള്ള നോളേജ് നൽകുന്നു. ഇനി മോറൽ ട്രെയിനിങ്ങിലേക്ക് വരികയാണെങ്കിലോ ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഗുഡ് ഹാബിറ്റ്സ്. ഗുഡ് ഹാബിറ്റ്സിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ആൻഡ് മോറൽ ബിഹേവിയറിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ത്രൂ ദി റെഗുലർ പ്രാക്ടീസ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് കൊടുക്കുക. ആൻഡ് ഡിസിപ്ലിനോടെയും ഇറ്റ് എംഫസൈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്, അതായത് റൈറ്റ് തിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കുന്നു, ഇത് എംഫസൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് മോറൽ എഡ്യൂക്കേഷനിലേക്ക് വരുന്ന സമയത്തോ, moral education is comprehensive process of that develops moral knowledge, moral values, attitudes, character and behavior. It combines both instruction and training. ട്രെയിനിങ്ങും ഇൻസ്ട്രക്ഷനും കൂടിയിട്ടുള്ള കാര്യമാണ് ഈ മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നോളേജും മോറൽ വാല്യൂസ് ഒക്കെ എന്താക്കുന്നു, ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫീച്ചേഴ്സ് നോക്കി ഫോക്കസസ് ഓൺ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോറൽ തിങ്കിങ്, ഫീലിങ്സ്, ആക്ഷൻസ് ഒക്കെ എന്താക്കുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. ഹെൽപ്സ് ലേണേഴ്സ് ബിക്കം റെസ്പോൺസിബിൾ ആൻഡ് എത്തിക്കൽ സിറ്റിസൺ. ഒരു ലേണറിന് റെസ്പോൺസിബിൾ ആൻഡ് എത്തിക്കൽ സിറ്റിസൺ ആവാൻ വേണ്ടി മോറൽ എഡ്യൂക്കേഷൻ എന്താക്കുന്നു, മുന്നോട്ട് വരുന്നു എന്നുള്ളത്.
നെക്സ്റ്റ് മോറൽ ജഡ്ജ്മെൻറ്റ് ആൻഡ് ദിയർ ക്രൈറ്റീരിയ എന്നുള്ളതാണ്. മോറൽ ജഡ്ജ്മെൻറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിസൈഡിങ് വെദർ എൻ ആക്ഷൻ ഇസ് റൈറ്റ് ഓർ റോങ്. മോറൽ ജഡ്ജ്മെൻറ്റ് എന്ന ഒരു ആക്ഷൻ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ്. ഗുഡ് ആണോ ബാഡ് ആണോ, ബേസ്ഡ് ഓൺ മോറൽ വാല്യൂസ് ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾ. മോറൽ വാല്യൂസ് ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഈ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകുക, ഈ ഒരു ഡിസൈഡിങ് ഉണ്ടാകുക. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ മേക്ക് റെസ്പോൺസിബിൾ ആൻഡ് ഫെയർ ഡിസിഷൻ. ഇതെന്താക്കുന്നു, പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യുന്നു റെസ്പോൺസിബിളും ഫെയർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ എന്താ, moral judgment is the evaluation of human actions according to the moral standards. മോറൽ സ്റ്റാൻഡേർഡ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹ്യൂമൻ ആക്ഷൻസിനെ വാല്യൂറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റീസൺ, കോൺസയൻസ് ആൻഡ് മോറൽ വാല്യൂസ്. കോൺസയൻസ്, മോറൽ വാല്യൂസ്, റീസണെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതുണ്ടാവുക. ദെൻ ക്രൈറ്റീരിയ ഫോർ മോറൽ ജഡ്ജ്മെൻറ്റ്. എന്താണ് മോറൽ ജഡ്ജ്മെൻറ്റിനുള്ള ക്രൈറ്റീരിയ? റൈറ്റ്നെസ് ആൻഡ് റോങ്നെസ്. ആൻ ആക്ഷൻ should be judged as morally right or wrong according to the ethical principle. എത്തിക്കൽ പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു ആക്ട് റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് ഒന്നാമത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തെ ഇൻറ്റൻഷൻ, ദ മോട്ടീവ് ഓർ പർപ്പസ് ബിഹൈൻഡ് ആൻ ആക്ഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരു ആക്ഷന് പിന്നിലുള്ള മോട്ടീവ് എന്താണെന്ന് നോക്കും. ഗുഡ് ഇൻറ്റൻഷൻ ആർ മോറലി വാല്യൂഡ്. ഗുഡ് ഇൻറ്റൻഷൻ ആണെങ്കിൽ അത് മോറലി വാല്യൂഡ് ആവും എന്നുള്ളതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ. പിന്നെ പറയുന്നത് കോൺസിക്വൻസസ് എന്നാണ്. എ മോറൽ ആക്ഷൻ ഷുഡ് പ്രൊഡ്യൂസ് ബെനിഫിഷ്യൽ റിസൾട്ട് ആൻഡ് അവോയ്ഡ് അൺനെസസറി ഹാം. അൺനെസസറി ആയിട്ടുള്ള ഹാം ഒരു മോറൽ ആക്ഷൻ മൂലം ഉണ്ടാവുകയില്ല. നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള റിസൾട്ടാണ് കൊണ്ടുവരിക. അതാണ് മൂന്നാമത്തെ ക്രൈറ്റീരിയ. നാലാമത് ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ് എന്നുള്ളതാണ്. ഡിസിഷൻ ഷുഡ് ബി ഫെയർ, ഇംപാർഷ്യൽ ആൻഡ് ഫ്രീ ഫ്രം ഡിസ്ക്രിമിനേഷൻ. ഡിസിഷൻ ഫെയറും ഇംപാർഷ്യലായിരിക്കും. അതായത് ഒന്നിനോടും പാർഷ്യാലിറ്റി കാണിക്കുകയില്ല, ഫ്രീ ആയിരിക്കും. And last one, respect for human dignity. Every individual should be treated with respect and dignity എന്നുള്ളതാണ്. അതായത് നോർമലി എവറി ഇൻഡിവിജ്വലും ഈക്വലി ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ്. വിത്ത് റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി, റെസ്പെക്റ്റോടെയും ഡിഗ്നിറ്റിയോടെയും. ബ്ലോക്ക് 1 സെക്കൻഡ് യൂണിറ്റും ഫിനിഷ് ആയിരിക്കുകയാണ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താക്കാൻ ഡിസ്കസ് ചെയ്യാം.